സേതുരാമയ്യർ CBI എന്ന് പറഞ്ഞ സിനിമ നമ്മൾ സ്കൂളിൽ കുങ്കുമക്കുറി തൊട്ട് ഇപ്പോൾ നമ്മൾ സ്കൂളിൽ കൂടി നടന്നു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ദിലീപേട്ടൻ്റെ സിനിമകൾ ഒരു സമയത്ത് ഇറങ്ങുന്ന നമ്മൾ ദിലീപേട്ടൻ്റെ മാനറിസംസ് കാണിച്ച് ക്ലാസ്സിൽ ഹ്യൂമറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സേതുരാമയ്യർ CBI എനിക്ക് ഓർമ്മയുണ്ട്. സേതുരാമയ്യർ CBI കണ്ടിട്ട് ഞാൻ ആ സമയത്ത് 10ാം ക്ലാസ്സിലോടി ഞാൻ ആ സമയത്ത് കുങ്കുമക്കുറിയും തൊട്ട് സ്കൂളിൽ പോയിട്ടുണ്ട്. അത് എന്നെ ആ ക്യാരക്ടർ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ പോട്ടെ, ഇപ്പം ലാലേട്ടൻ ബൈക്ക് ഓടിക്കുന്ന പോലെ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ തോള് ചരിഞ്ഞ് പോവാറുണ്ട്. അതാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാറ്. ഇപ്പം ഞാൻ സേതുരാമയ്യർ CBI കണ്ടിട്ട് മറ്റേ ജഗദീഷേട്ടൻ ചെയ്ത തലക്കടിച്ച് കൊന്നിട്ടല്ലോ, അതല്ല എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത്. ഇതാണ് ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടതെന്ന് എന്നെ എൻ്റെ സ്കൂളും എൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള സൗഹൃദങ്ങളും എൻ്റെ കൂട്ടുകാരും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എന്ന് പറഞ്ഞ് ഈ കൗമാരത്തിലുണ്ടാകാവുന്ന എല്ലാ കുരുത്തക്കേടുകളും എല്ലാ വൃത്തികേടുകളും ഒക്കെ ഞങ്ങളുടെ ഇടയിലും ടോക്കുകളിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനുമൊക്കെ നമുക്കറിയാം അത് ഇതാടാ, എൻ്റെ വീട്ടിലുണ്ട് അമ്മ, എൻ്റെ വീട്ടിലുണ്ട് പെങ്ങളല്ല, എനിക്കുണ്ട് കസിൻസ് എന്നൊക്കെ പറയുന്ന ഫുൾ സ്റ്റോപ്പുകളും അറിയാം. എന്നാൽ അത് എൻജോയ് ചെയ്യേണ്ട രീതിയിലും നിർത്തിയിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും ഞാൻ വളരെ ജനിച്ച സമയം മുതൽ എനിക്ക് എന്താ പറയുക, നമ്മൾ കലയുമായിട്ട് ഭയങ്കരമായിട്ട് അവർ അങ്ങനെ തന്നെ അവൻ വളരണം എന്ന് പറയുന്ന രീതിയിൽ എന്നെ ഡീവിയേറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന പോലെ കഥകളി വളരെ ചെറുപ്പത്തിൽ അഭ്യസിക്കാൻ തുടങ്ങിയ ആളാണ്. ഞാൻ 10-15 വർഷത്തോളം കഥകളി അഭ്യസിച്ച ആളാണ്. അപ്പം പിന്നെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ കൾച്ചറിലേക്ക് ആദ്യം ഇട്ട് തരുന്നത് അച്ഛൻ ആണ്. അപ്പം ഇതൊന്നും ഇല്ലാണ്ടും ഉള്ള കുട്ടികളുണ്ട് ഞാൻ പഠിക്കുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ വന്നപ്പോൾ എന്നിലേക്ക് കൂടുതൽ ആളുകളുടെ ഇഷ്ടങ്ങൾ വന്നു, ടീച്ചേഴ്സിനുള്ള ഇഷ്ടങ്ങൾ കൂടി, എൻ്റെ സൗഹൃദങ്ങൾ ഒക്കെ. അപ്പം എനിക്ക് വളരെ പ്രൗഡായിട്ട് പറയാൻ, ഞാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് വളർന്നൊരുത്തനാണെന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നന്മപരമായിട്ട് വളർന്നു എന്നുള്ളതൊന്നുമല്ല. നമ്മുടെ കൗമാരത്തിൻ്റെ എല്ലാ കുരുത്തക്കേടുകളും നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എവിടെ നിർത്തണം അത് അത്രയും മതി, അല്ല ഞാൻ വലിക്കുകയല്ല, എനിക്ക് വേണ്ടളിയ എന്ന് പറയാവുന്ന എവിടെ നോ പറയണം എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് അതെൻ്റെ പേരൻറ്റിങ്ങിന് എന്നെ വളർത്തിയതിൻ്റെ ഗുണമാണെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ എന്നോട് ടീച്ചേഴ്സ് കാണിച്ചിരുന്ന സ്നേഹത്തിൻ്റെ ഒക്കെ ഒരു ഇതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ വളർന്ന ഒരാൾക്ക് ഒരു സിനിമ കാണുമ്പോൾ അതിൽ നിന്ന് എന്ത് ഉൾക്കൊള്ളണ്ട എന്ന് അത് സിനിമയ്ക്ക് മാത്രം അതിനെ കുറ്റം പറയാൻ പറ്റില്ല. സിനിമയാണ് അതിന് കാരണം എന്ന് പറയാൻ പറ്റില്ല. ഓഫ് കോഴ്സ് ഞാൻ സിനിമ ഇൻഫ്ലുവൻസ് ആകാറുണ്ട്. ഇപ്പം സേതുരാമയ്യർ CBI എന്ന് പറഞ്ഞ സിനിമ നമ്മൾ സ്കൂളിൽ കുങ്കുമക്കുറി തൊട്ട് നമ്മൾ സ്കൂളിൽ കൂടി നടന്നു പോയിട്ടുണ്ട്.